ടേസ്റ്റ് ഓഫ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ എടുക്കാറായില്ലേ? നമുക്കപ്പോൾ ഓണം സ്പെഷ്യലായിട്ടൊരു കാളൻ വെച്ചാലോ? കുറുക്ക് കാളനല്ല കേട്ടോ, ഇത് സാധാ ഒരു മീഡിയം ലൂസുള്ള കാളനാണേ. വാഴയ്ക്കയും സവോളയൊക്കെ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതിനകത്ത് ചേന കൂടി ചേർത്താൽ നല്ലതാണ്. അതിനായിട്ട് ആദ്യം തന്നെ വാഴക്കായുടെ തൊലിയൊക്കെ നമുക്ക് പൊളിച്ച് കളയാം. അല്ലെങ്കിൽ അത് വെന്ത് കഴിയുമ്പോൾ ഈ തൊലി ഇങ്ങനെ അടർന്ന് കളിക്കും. അത് നമ്മൾ നന്നായിട്ട് സ്ക്വയർ പീസായിട്ട് മുറിച്ചെടുക്കാം. അല്പം വലിപ്പത്തിൽ വേണം. അത് കഴിയുമ്പോൾ നമുക്കിതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അരപ്പിന് വേണ്ടിയിട്ട് കാന്താരിമുളകാണ് ചേർക്കുന്നത്. കുറച്ച് തേങ്ങയും ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ 2-3 കുരുമുളകും ഒക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കത് അരച്ചെടുത്ത് വെക്കാം. അത് പേസ്റ്റ് പരുവാകണ്ട, ഒരു മീഡിയം കരികരുപ്പായിട്ട് അരച്ചാൽ മതി. കാളൻ എപ്പോഴും മോരുകറി പോലെ ലൂസായിരിക്കില്ലല്ലോ, ഒരു മീഡിയം ടൈറ്റുള്ളൊരു കറിയാണല്ലോ. അപ്പോൾ നമുക്ക് അധികം അരച്ച് ലൂസ് വെള്ളത്തിലൊന്നും അരയ്ക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കരികരുപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഒരു കുക്കറിനകത്തേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു സവോള ചെറുതായിട്ട് ഇടത്തരമായിട്ട് അരിഞ്ഞതും ഒരു 3 പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിനകത്ത് വെച്ചു. അതൊരു 2 വിസിൽ വന്നപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ അരപ്പ് കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പൊക്കെ നന്നായി ഒന്ന് തിളയ്ക്കണം. അപ്പോൾ 2-3 കരിയാപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തൈര് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. തേര് ചേർത്ത് കഴിയുമ്പോൾ നമ്മളിനി സാവധാനം ഒന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ച് സെറ്റാക്കിയാൽ മതി. തൈര് തിളയ്ക്കേണ്ട ആവശ്യമില്ല, തിളച്ച് പോകാൻ പാടില്ല. തൈര് കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ തീ കുറച്ചിട്ട് സാവധാനം അത് ഇളക്കി ചെറുതായിട്ടൊന്ന് ചൂടായി വന്നു. പതഞ്ഞ് പോകാണ്ട് ചൂടായി വന്നു. അപ്പോഴത്തേക്ക് നമുക്ക് ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യമായ താളിപ്പിനുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഉലുവയും വട്ടത്തിലരിഞ്ഞ ചുമന്നുള്ളിയും കൂടി ചേർത്ത് നന്നായി വഴറ്റി. ചുമന്നുള്ളി ഏകദേശം ഒന്ന് ബ്രൗൺ നിറമാകുമ്പോഴേക്കും ബാക്കി വെച്ചിരുന്ന കരിയാപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തു. ചുമന്നുള്ളി മൂത്ത് വന്നപ്പോൾ തന്നെ ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. ആ ചൂടിൽ തന്നെയാണ് വറ്റൽമുളകും കരിയാപ്പിലയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അതൊന്നോട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. അത് നന്നായി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ കറി വളരെ ടേസ്റ്റാണ് കേട്ടോ, ചോറിനൊക്കെ സൂപ്പർ. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ചെറിയൊരു കഷ്ണം മീൻ വറുത്തത് എന്തെങ്കിലും മാത്രം മതി ഭക്ഷണം കഴിക്കാൻ. സദ്യക്കൊക്കെ മെയിനാണ് കാളൻ. പിന്നെ ഞാൻ ഇതിപ്പോൾ ഇന്ന് സദ്യ ഉണ്ടാക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ലൂസായിട്ട് എടുത്തത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒഴിക്കുന്ന വെള്ളമൊക്കെ കുറച്ച് നച്ചിട്ട് കുറുക്കിയാണ് എടുക്കേണ്ടത് കേട്ടോ, കുറുക്ക് കാളനാണെങ്കിൽ. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ, എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ വാഴയ്ക്ക് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതല്ല, ഇതിൻ്റെ ഫ്രണ്ട് ചേച്ചി എനിക്ക് തന്നതാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീരുവാണ്. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അടുത്തൊരു വീഡിയോയിലൂടെ പിന്നെയും കാണാം. താങ്ക് യു.